ശ്രീമദ് ഭഗവത്ഗീത ഇന്ന് 14-ാമത്തെ അധ്യായമായിട്ട് ഗുണത്രയ വിഭാഗ യോഗമാണ് നോക്കുന്നത്. ത്രിഗുണങ്ങളുണ്ട്, അതിനെപ്പറ്റിയെല്ലാം പറയുന്നത്. അത് പ്രപഞ്ച സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇത് കുറച്ച് ശാസ്ത്രീയമായിട്ടുള്ള ബ്രഹ്മം പ്രപഞ്ചമായി മാറുന്ന ജീവജാലങ്ങളെല്ലായിട്ട് മാറുന്നതിൻ്റെ പിന്നിലുള്ള ഒരു സയൻസാണ് പറയുന്നത്. അതിപ്പോൾ ഒരു ശാസ്ത്രീയമായ സമീപനത്തോടു കൂടി തന്നെയാണ് പറയുന്നതെങ്കിലും പുരാണകഥ സാധാരണക്കാരനായതുകൊണ്ട് കുറച്ച് മയപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. എങ്കിലും കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് അത്തരത്തിൽ തന്നെ പറയുന്നുണ്ട്, ശാസ്ത്രീയമായിട്ട് തന്നെ. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് പറയുന്നതെന്ന് നോക്കാം. അതൊരു സൃഷ്ടിക്രമം തന്നെയാണ്. 1-ലും 2-ലും കൃഷ്ണൻ പറയുകയാണ്, യാതൊന്നിനെ അറിഞ്ഞിട്ടാണോ മുനിമാർ പരമസിദ്ധി പ്രാപിക്കുന്നത്? എന്തിനെപ്പറ്റി അറിഞ്ഞിട്ടാണോ മുനിമാർ പരമസിദ്ധി കൈവരിച്ചത്? അപ്പോൾ ഏറ്റവും വലിയ സിദ്ധി എന്താണ്? ഏറ്റവും വലിയ ജ്ഞാനം മനസ്സിലാക്കുക. പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായി, എങ്ങനെ ഉണ്ടായി എന്നുള്ള ആ സംഗതി മനസ്സിലാക്കുക. അത് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായി മനസ്സിലാക്കുക. അതാണ് ഏറ്റവും വലിയ കഴിവ് ഒരാളുടെ. ആധുനിക ശാസ്ത്രജ്ഞന്മാരും ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് അവിടെ എത്തിയപ്പോൾ നിന്നുപോയി. അവർക്ക് പ്രപഞ്ചം ഏതിൽ നിന്നാണോ ഉണ്ടായത് എന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. അവർ മതിയാക്കി. അപ്പോൾ ആ വിഷയങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതും അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയം പറയുമ്പോൾ സാധാരണക്കാരന് മനസ്സിലാകുന്ന തരത്തിൽ പറയും വേണം കഥയിലൂട്ട്. അപ്പോൾ അത്രയും പരമസിദ്ധി കൈവരിക്കുന്നതാണ് ഋഷികൾ എഴുതിയിരിക്കുന്നത് വേദങ്ങളിലൂടെ. അപ്പം ജ്ഞാനത്തിൽ വെച്ച് ഏറ്റവും ഉത്തമമായ അതിനെ ഞാൻ ഉപദേശിക്കാം. അങ്ങനെ ജ്ഞാനത്തിൽ ഏറ്റവും ഉത്തമമായ ജ്ഞാനം എന്താണ്? ആ ബ്രഹ്മം പ്രപഞ്ചമായി മാറിയ വിധമെല്ലാമാണ്, എന്തിനു വേണ്ടി എന്നുള്ളത്. അപ്പോൾ ആ ജ്ഞാനമാണ് ഉപദേശിക്കുന്നത്. ഈ ജ്ഞാനം ഉപയോഗിച്ച് എന്നെ പ്രാപിക്കുന്നവൻ. അപ്പോൾ ഈ ജ്ഞാനത്തിലൂടെ ആ ജ്ഞാനം നേടുമ്പോൾ ബ്രഹ്മം എന്താണെന്നെല്ലാം മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിൽ പോയി അതിനെ ആശ്രയിക്കും. കാരണം അത്രയും മഹത്തരമായ കാര്യമാണ് ആ ശക്തിവിശേഷം. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നുമല്ല. ഇവിടെ നടക്കുന്നതെല്ലാം അതാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ആ ജ്ഞാനം മനസ്സിലാക്കിയിട്ട് ആര് എന്നെ പ്രാപിക്കുന്നു, അപ്പോൾ നമ്മൾ ആ ബ്രഹ്മം തന്നെയാണെന്നുള്ള സത്യം മനസ്സിലാക്കും. അവർ സൃഷ്ടിയുടെ ആരംഭത്തിലും ജനിക്കില്ല എന്ന് പറയുകയാണ്. അത്രയും വലിയ ജ്ഞാനം നേടിയവർ പിന്നെ ഇനി ജനിച്ചിട്ട് വേറെ അതിലും കൂടുതലൊന്നും പറയാനില്ല. കാരണം ഋഷികളാണ് നമുക്കത് പറഞ്ഞു തന്നത്, വേദവ്യാസനല്ല. പക്ഷെ വേദവ്യാസനെല്ലാം പറഞ്ഞത് അങ്ങനെ അവർക്കറിയുന്നത് പ്രളയ സമയത്ത് രക്ഷപ്പെട്ടവരാണ് പറയുന്നത്. അപ്പം പ്രളയ സമയത്ത് രക്ഷപ്പെട്ടവർ പഠിച്ചിട്ട് പറയുന്നതാണ്, അവരൊന്നും കണ്ടെത്തിയല്ല. അപ്പോൾ ഈ കണ്ടെത്തിയ കാര്യങ്ങൾ വേദങ്ങളിൽ ഞാൻ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം എന്നും പറഞ്ഞ് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക. അപ്പം കണ്ടുപിടിച്ച യഥാർത്ഥത്തിൽ ആദ്യം കണ്ടുപിടിച്ച ഒരു കക്ഷി ഉണ്ടാവുമല്ലോ, ഈ പ്രപഞ്ച രഹസ്യം എല്ലാം മനസ്സിലാക്കിയിട്ട്. ആ കക്ഷികൾക്ക് പിന്നെ പുനർജന്മിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ജ്ഞാനമാണ്. പിന്നെ അത് ലോകാവസാനത്തും പ്രളയം ഉണ്ടാകുമ്പോൾ ജനങ്ങൾ അറിയും. അവരത് കൊണ്ടുപോയിട്ട് പ്രളയം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അവരത് പ്രചരിപ്പിക്കും. അങ്ങനെ പ്രചരിപ്പിച്ചു പോവുകയാണ്. ആദ്യം കണ്ടെത്തിയ അത്രയും ബുദ്ധിമാന്മാർ പിന്നെ അത് പറയേണ്ട ആവശ്യമില്ല. ഇനി എപ്പോഴും വേണ്ടോ ഈ പ്രളയം കഴിഞ്ഞ് എല്ലാം പോയി ബ്രഹ്മത്തിൽ ലയിച്ചിട്ട് പിന്നെ ഫ്രഷായിട്ട് പുറത്തേക്ക് വരുമ്പോൾ ഒന്നും ഈ ലോകത്തിലല്ല, വേദങ്ങളും ഇല്ല, ആളെല്ലാം കംപ്ലീറ്റ് നശിക്കുക. അപ്പോഴേ ജനിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അന്ന് ജനിച്ചിട്ട് ഇതെല്ലാം ശാസ്ത്രീയമായി സയൻസിൻ്റെ സഹായത്താൽ കണ്ടെത്തിയിട്ട് എഴുതി വെക്കും. അപ്പം അവർക്കെന്തെല്ലാം സൃഷ്ടിയുടെ ആരംഭത്തിൽ ജന്മമെടുക്കുന്നുമില്ല, പ്രളയ സമയത്ത് വ്യസനിക്കുന്നുമില്ല. അല്ലാതെ വേദവ്യാസനെല്ലാം ജനിക്കണം. കാരണം പ്രളയം കഴിയുമ്പോൾ രക്ഷപ്പെടുന്നവർ ഈ ജ്ഞാനവും കൊണ്ട് പോയിട്ട് പിന്നെ ആദ്യം ഹൃദയത്തൊന്ന് തോന്നുമ്പോൾ കുറേ കാലം കഴിയുമ്പോൾ ഉരുവിട്ട് കൊണ്ട് വരും. പിന്നെ ഒരു കാലം വരുമ്പോൾ വേദവ്യാസം ജനിക്കും. അവരിതെല്ലാം ഈ രൂപത്തിൽ എഴുതി വെക്കും. അപ്പം അവരെല്ലാം ആവശ്യമുണ്ട്. പക്ഷെ ആദ്യം കണ്ടെത്തി ഈ സൈക്കിളിൽ ആദ്യം ആരാണ് കണ്ടെത്തിയത്? അവർക്കെന്തില്ല, പിന്നെ ജനിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ആൾ അധികം ജനിക്കേണ്ട, ഒരിക്കലേ ജനിക്കണ്ടു.
വേദവ്യാസം തന്നെ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം കഴിഞ്ഞിട്ട് പിന്നെ ഒരിക്കൽ ജനിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ 4 യുഗങ്ങളിലൊന്നും ജനിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആദ്യ പ്രളയം കഴിയുമ്പോഴേ ജനിക്കേണ്ട ആവശ്യമുണ്ട്. അത്രയും മനമായി. ഇപ്പം ഗാന്ധിജി അങ്ങനത്തെ തരത്തിലുള്ള സമരം നടത്താൻ അന്നേ ആവശ്യമുള്ളൂ. ഇന്ന് അങ്ങനത്തെ സമരമൊന്നും നടത്തിയാൽ ശരിയാവില്ലല്ലോ. അപ്പം അവരെല്ലാം ഒരിക്കലേ ജനിക്കുന്നു. പക്ഷെ ഇത് കണ്ടെത്തി എല്ലാം കണ്ടെത്തിയിട്ട് ഈ സൈക്കിളായിട്ട് പോകുന്നതിൽ ആദ്യം കണ്ടെത്തിയ കക്ഷി പിന്നെ ജനിക്കേണ്ട ആവശ്യമില്ല, ജനിക്കില്ല. അപ്പം ഏറ്റവും ഉത്തമമായ ജ്ഞാനം മനസ്സിലാക്കുന്നവർ പിന്നെ പുനർജനിക്കില്ല എന്ന് പറയുകയാണ്. അത്രയും വലിയ ജ്ഞാനമാണ് ഇവിടെ പറഞ്ഞുതരാൻ പോകുന്നത്. എന്നിട്ട് പറയുകയാണ് 3-ലും 4-ലൂടെയും എൻ്റെ യോനിയാകുന്ന മഹാപ്രകൃതി, എൻ്റെ യോനിയാകുന്ന മഹാപ്രകൃതി. അപ്പം മഹാപ്രകൃതിയാണ് യോനി, എൻ്റെ. അപ്പം എന്നെന്ന് പറയുമ്പോൾ കൃഷ്ണൻ്റെ, അല്ലെങ്കിൽ ഈ നിർഗുണമായ ബ്രഹ്മത്തിൻ്റെ. അപ്പം ഈ നിർഗുണമായ ബ്രഹ്മത്തിൻ്റെ യോനിയാകുന്ന മഹാപ്രകൃതിയിൽ, അപ്പം 2 അവിടെ വന്നു. എന്താണത്? ഒന്ന് നിർഗുണമായ ബ്രഹ്മവും, അതിന് രൂപവും ഭാവമൊന്നുമില്ല, അതിൻ്റെ യോനിയാകുന്ന, യോനിയിലൂടെയാണല്ലോ പിന്നെ സൃഷ്ടി നടത്തേണ്ടത്. യോനി എന്ന വാക്കിന് അത്രയേ അർത്ഥമുള്ളൂ. നമ്മളതുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് പറയുകയാണ് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി. പക്ഷേ യോനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയാണ് ഇവിടെ യോനി. പ്രകൃതിയിലൂടെയാണ് ദൃശ്യമായ വസ്തുക്കളെല്ലാം ഉണ്ടാകുന്നത്. ബ്രഹ്മം നിർഗുണമാണ്, അതിൽ നിന്നുണ്ടായ പ്രകൃതി, ബ്രഹ്മം അദൃശ്യമാണ്, അതിൽ നിന്നുണ്ടായ പ്രകൃതി ദൃശ്യമാണ്. അപ്പം അദൃശ്യം ദൃശ്യം ദ്വയമാണ്. ഒന്നിൻ്റെ എതിരാണ് ദ്വയം. പുരുഷൻ സ്ത്രീ, പുരുഷൻ പ്രകൃതി. അപ്പം പുരുഷൻ അദൃശ്യം, പ്രകൃതി ദൃശ്യം. ആദ്യം ദ്വയമായിട്ടാണ് എല്ലാം സൃഷ്ടിച്ചത്. അപ്പം ആദ്യം ഒരു നിർഗുണമായ ബ്രഹ്മമുണ്ടായിരുന്നു. അതിന് രൂപവും ഭാവവുമില്ല, ഒന്നുമില്ല. അതിന് സത്വഗുണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ എന്ന് പറയാം. എല്ലാത്തിനും അതിൻ്റെ അവസ്ഥയിൽ തുടരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പം ആ നിർഗുണമായ ബ്രഹ്മത്തിന് അങ്ങനെ നിന്നാൽ മതി എന്നുള്ളൊരു ടെൻഡൻസിയാണ് ഉള്ളത്. അതാണ് ഇഷ്ടം. ഞാനിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് ഇരിക്കുന്ന അങ്ങനെ തന്നെ അങ്ങനെ ഇരിക്കാനാണ് ഇഷ്ടം. അതാണ് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ, സത്വഗുണം. അത് കഴിഞ്ഞിട്ട് ഞാൻ പോരെ എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുമ്പോഴാണ് രജോ ഗുണം വരുന്നത്. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ. ഒരു ബലം പ്രയോഗിച്ചാൽ എണീക്കാൻ പറ്റും, ഇരിക്കുന്നിടത്ത് നിന്ന് എണീക്കേണ്ടി. എന്ത് ചെയ്യേണ്ടിക്കും? അതിൽ നിന്നൊരു മാറ്റം വരുത്താൻ ഒരു ബലം പ്രയോഗിക്കണം. അപ്പോൾ അതിനൊരു റിയാക്ഷൻ ഉണ്ട്. അത് തേർഡ് ലോ, രജോ ഗുണം തമോ ഗുണം. അപ്പോൾ ഒന്ന് ചെയ്യുമ്പോൾ അതിനൊരു റിയാക്ഷൻ ഉണ്ട്. അപ്പം നിർഗുണമായ ബ്രഹ്മത്തിന് എല്ലാം ദ്വയമായിട്ടാണ്. ആക്ഷൻ ഉണ്ടെങ്കിൽ റിയാക്ഷൻ ഉണ്ട്. നിർഗുണമായ ബ്രഹ്മത്തിന് രൂപമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഒരു രൂപമായ ദ്വയം അവസ്ഥയിലേക്ക് മാറുമ്പോൾ അതിന് 2 സ്വഭാവങ്ങൾ വരികയാണ്. ഒന്നിന് രൂപമുണ്ട്, മറ്റേതിന് രൂപമില്ല. ആദ്യമുള്ളത് രൂപമില്ലാത്തത് രൂപമായിട്ട് മാറാൻ പോവുകയാണ്. അപ്പം രൂപമില്ലാത്ത അതിൻ്റെ അവസ്ഥ, അപ്പം അതിനൊരു സ്വഭാവം വന്നിട്ടുണ്ട്, രൂപമുള്ളതായിട്ട് മാറണം. അപ്പം പേര് ബ്രഹ്മം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ കൊടുത്തിരിക്കുന്ന പേരാണ് പുരുഷൻ, അല്ലെങ്കിൽ പരമേശ്വരൻ എന്നും പറയാം. അപ്പം അതിൽ നിന്നും ഉണ്ടാകുന്ന ഒരു രൂപമുള്ളതിനെയാണ് ഇവിടെ മഹാപ്രകൃതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദിപരാശക്തി എന്ന് പറയുന്നത്. അപ്പം രൂപമില്ലാത്ത ഒന്ന് അതിൻ്റെ ദ്വയമായ രൂപമായി മാറുമ്പോൾ അതിനെയാണ് മഹാപ്രകൃതി, യോനി എന്ന് പറയുന്നത്. കാരണം ഇനി അതിലൂട്ടിയാണ് എല്ലാം ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് യോനി എന്ന മഹാപ്രകൃതിയെ യോനി എന്നും പറയും,
ആ അദൃശ്യമായ ശക്തിയെ പരമേശ്വരനെന്നോ പുരുഷനോ എന്ന് പറയും. അപ്പം ദ്വയമാവുകയാണ്. ഇവിടെ ദ്വയം എന്താണ്? ഒന്ന് അദൃശ്യമാണ്, മറ്റേത് ദൃശ്യമാകാൻ പോവുകയാണ്, പ്രപഞ്ചമാകാൻ പോവുകയാണ്. ഏതിൽ നിന്നും? അതിനാണ് പ്രകൃതി എന്ന് പറഞ്ഞത്, മഹാപ്രകൃതി. ആ പ്രകൃതിയാണ് പ്രപഞ്ചമായി മാറാൻ പോകുന്നത്. അതുകൊണ്ടാണ് യോനിയിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത് എന്നതുകൊണ്ട് അവിടുത്തെ യോനി എന്ന് പറയുന്നത് ആ മഹാപ്രകൃതിയാണ്. അപ്പം ഈ പുരുഷൻ എന്ന് പറയുന്ന ബ്രഹ്മത്തിൻ്റെ അദൃശ്യമായ രൂപം, പക്ഷേ അത് നിർഗുണമല്ല. ഇപ്പോൾ അതിന് സൃഷ്ടി നടത്താൻ ഒരാഗ്രഹം. എന്നിട്ടെന്ത് പറയുന്നു? എൻ്റെ യോനിയാകുന്ന മഹാപ്രകൃതിയിൽ ഞാൻ ബീജത്തെ നിക്ഷേപിക്കുന്നു. അപ്പോൾ ഞാൻ എന്ന് പറയുന്ന ഈ പരമേശ്വരൻ അല്ലെങ്കിൽ പുരുഷൻ എന്ത് ചെയ്യുന്നു? ബീജത്തെ നിക്ഷേപിക്കുന്നു. ബീജം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ നിലയിൽ പറഞ്ഞു തന്നേ ഉള്ളൂ, നമുക്ക് മനസ്സിലാൻ വേണ്ടി. ബീജത്തുനിന്ന് യോനിയിൽ നിക്ഷേപിക്കുമ്പോൾ ഉണ്ടായുള്ള സൃഷ്ടികളെല്ലാം ഉണ്ടാകുന്നത്, അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നെ. യഥാർത്ഥത്തിൽ ബീജം എന്ന് പറയുന്നത് ആ അദൃശ്യമായ ശക്തി ദൃശ്യമാകാൻ പോകുന്ന മഹാപ്രകൃതിയിൽ സൃഷ്ടിക്കുള്ള ഒരു പ്രേരണ അവിടെ ചെലുത്തുന്നു. അതിലൂടെയാണ് സൃഷ്ടി നടത്തുന്നത്. അപ്പം ഇത് രണ്ടും കൂടിയിട്ടാണ് സൃഷ്ടി നടത്തുന്നത്. ദ്വയമുണ്ട്, പുരുഷനും പ്രകൃതിയും. അതിൻ്റെ ഇൻ്ററാക്ഷനിൽ നിന്നാണ് പ്രജകൾ ഉണ്ടാകാൻ പോകുന്നത്. അതാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എൻ്റെ യോനിയാകുന്ന മഹാപ്രകൃതിയിൽ, അതായത് ദ്വയമായത്, എൻ്റെ ദ്വയം, അതായത് പുരുഷൻ്റെ ദ്വയം, അത് പ്രകൃതി. പുരുഷൻ അദൃശ്യം, അതിൻ്റെ ദ്വയം ദൃശ്യമാണ്, അതാണ് മഹാപ്രകൃതി. അതിൽ ഞാൻ ബീജത്തെ നിക്ഷേപിക്കുന്നു. അപ്പം ഈ അദൃശ്യമായ ശക്തി ഈ ദൃശ്യമാകാൻ പോകുന്ന മഹാപ്രകൃതിയിൽ ഒരു ബീജത്തെ, അതായത് പ്രേരണ ശക്തി പ്രയോഗിക്കുന്നു. അതിലൂടെ സർവജീവജാലങ്ങളുടെയും ജന്മം അതിനാൽ തന്നെ എൻ്റെ സർവ യോനികളിലും ഉണ്ടാകുന്ന ശരീരങ്ങളുടെ എല്ലാം, അതായത് അതിൻ്റെ ശേഷം എന്തെല്ലാം ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം യോനികളുടെ, യോനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർത്ഥത്തിലേ എടുക്കാൻ പാടുള്ളൂ, പ്രകൃതിയിൽ. ഉദാഹരണമായിട്ട് വിത്തെല്ലാം ഉണ്ടാകുമ്പോൾ അവിടെ യോനിയൊന്നും അല്ല ഉള്ളത്, പൂവാണ്. പൂവിലാണ് വിത്തായി മാറുന്നത്. അപ്പം എവിടെയാണോ സൃഷ്ടി നടക്കുന്നത് ആ ഒരു ഇതിനെയാണ് യോനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സർവ്വയോനികളിലും ഉണ്ടാകുന്ന ശരീരങ്ങളുടെ എല്ലാം, എല്ലാ യോനികളിലും ഉണ്ടാകുന്ന ശരീരങ്ങളും ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടാകാൻ പോകുന്നുണ്ടോ അതിൻ്റെ എല്ലാം യോനി മഹാപ്രകൃതിയും ബീജം പ്രദാനം ചെയ്യുന്ന പിതാവ് ഞാനുമാകുന്നു. അപ്പം അതിൻ്റെ ശേഷം എന്തെല്ലാം സൃഷ്ടികൾ ഇവിടെ നടന്നിട്ടുണ്ടോ അത് ആദ്യമുണ്ടായ ദ്വയമായ പുരുഷനും അത് അദൃശ്യമാണ്. പ്രകൃതി അത് യോനിയാണ്, അത് ദൃശ്യരൂപം പ്രാപിക്കാൻ പോവുകയാണ്. ഇതിൽ നിന്നുള്ള ബീജം, പ്രേരണ ഈ പ്രകൃതിയിൽ ചെലുത്തിയിട്ടാണ്, അതിലൂടെയാണ് പിന്നെ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം ഇത്തരത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു ഉദാഹരണത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ദ്വയമാണ് ഉണ്ടായത്. സയൻസിലൊക്കെയാണെങ്കിൽ ഇങ്ങനെ ഒരു വേവ്, ഊർജ്ജമാണല്ലോ, അത് വേവായിട്ട് എടുത്താൽ അതിൻ്റെ ദ്വയമുണ്ട്, നെഗറ്റീവുണ്ട്. അപ്പോഴാണ് ഒരു വേവ് പൂർണ്ണമാകുന്നത്, അർദ്ധനാരീശ്വരൻ. ഈ വേവിന് തന്നെ എന്തുണ്ട്? ഒരു നെഗറ്റീവ് വേവും ഉണ്ട്. ഇതിങ്ങനെ പൊന്തിയിട്ട് താഴത്തോട്ട് വരുന്നത്, ഇത് താഴോട്ട് പോയിട്ട് ഇങ്ങനെയും വരും. അപ്പോൾ അതും വേവിലും ദ്വയമുണ്ട്. ഒരു വേവിൽ തന്നെ പ്ലസും ഉണ്ട് മൈനസും ഉണ്ട്. ഈ വേവിന് തിരിച്ചുമുണ്ട്. ഇത് തമ്മിൽ കൂടിച്ചേരുമ്പോഴാണ് നടുവിൽ ആ കുത്തുണ്ടാകുന്നത്. അത് നമ്മൾ പണ്ട് കാണിച്ചതാണ്. ഇതെങ്ങനെ എടുക്കാം? ഇതൊരു വേവ് ആണെങ്കിൽ അതിലൊരു നെഗറ്റീവ് ഉണ്ട്, ദ്വയം. ഇത് പൊന്തിയതാണെങ്കിൽ ഇത് താഴെ.
ഇത് രണ്ടും കൂടിയാണ് ഒരു വേവ്. ഇങ്ങനെ ഒരു വേവ് ഉണ്ടെങ്കിൽ അതിന് തിരിച്ചും ഒരു വേവ് ഉണ്ട്. കണ്ട, ഇത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇത് തിരിച്ചും പോകും. അതും ദ്വയമാണ്. ഈ ദ്വയങ്ങൾ കൂട്ടിച്ചേരുന്ന ബിന്ദുവിലാണ് കണങ്ങൾ ഉണ്ടാകുന്നത്, അങ്കീരസുകൾ ഉണ്ടാകുന്നതെന്നെല്ലാം നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞു. അപ്പോൾ അവിടെയും ദ്വയമാണ്. ഇനി ആറ്റങ്ങൾ ഉണ്ടാകുമ്പോഴും അതിൽ ഇലക്ട്രോണുമാണ് ഉള്ളത്, പ്രോട്ടോണുമാണ് ഉള്ളത്. ഇലക്ട്രോൺ നെഗറ്റീവാണ്, പ്രോട്ടോൺ പോസിറ്റീവാണ്. അപ്പോൾ എല്ലാം പിന്നെ ദ്വയമായിട്ടാണ് പ്രപഞ്ച സൃഷ്ടി മുഴുവൻ പോകുന്നത്. അപ്പോൾ ചുരുക്കി എങ്ങനെ പറഞ്ഞു? നിർഗുണമായ രൂപമില്ലാത്ത ബ്രഹ്മം ആദ്യം രൂപമില്ലാത്ത അവസ്ഥയിൽ നിന്നും അതിൻ്റെ എതിരായ രൂപം. അപ്പം രൂപമില്ലാത്ത അവസ്ഥയ്ക്ക് പുരുഷനായും രൂപമുള്ള അവസ്ഥയ്ക്ക് മഹാപ്രകൃതിയുമായിട്ട് രണ്ടായി തിരിഞ്ഞിട്ട് അവയുടെ ഇൻ്ററാക്ഷനിലൂടെയാണ് പിന്നെ ദ്വയമായിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സൃഷ്ടികളും ഉണ്ടായത്. അതിൽ ഈ പുരുഷൻ്റെ ജോലി പ്രകൃതിയിൽ സൃഷ്ടി നടത്തുവാൻ, എല്ലാ ജീവജാലങ്ങളും സൃഷ്ടി നടത്താനുള്ള പ്രേരണ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇവിടെ പുരുഷനാണ്, ഞാനെന്ന് പറയുന്ന കൃഷ്ണനാണ് ബീജം നിക്ഷേപിച്ചത്. പ്രകൃതിയാകുന്ന അതിൻ്റെ എതിർ ദൃശ്യമായ ആ രൂപത്തിലാണ് അതിനെ യോനിയായി സങ്കല്പിച്ചുകൊണ്ട് അതിൽ നിക്ഷേപിച്ചു. അതിലൂടെയാണ് പ്രപഞ്ചത്തിൽ പിന്നെ എല്ലാ സൃഷ്ടിക്രമങ്ങളും നടന്നത്. അപ്പോൾ ഞാൻ പിതാവും മഹാപ്രകൃതി യോനിയുമാകും. ഇനി 5 പറയുന്നു, പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന സത്വ, രജോ, തമോ എന്നീ ഗുണങ്ങൾ അവിനാശിയായ ആത്മാവിനെ ദേഹത്തിൽ ബന്ധിപ്പിക്കുന്നു. പിന്നെ നമ്മളെ ശരീരത്തിലേക്ക് വരികയാണ്. നമ്മളെ ശരീരത്തിൽ ഈ അരൂപിയായ ആ രൂപവുമുണ്ട്. അതാണ് പുരുഷൻ. അതാണ് എല്ലാ കാര്യങ്ങളെയും മുന്നോട്ടേക്ക് നയിക്കുന്നത്. അതിനാൽ യഥാർത്ഥത്തിൽ സയൻസിൽ പ്ലാനിങ് എന്ന് പറയാം. പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ളൊരു പ്ലാൻ ഉണ്ടല്ലോ. ഈ സൃഷ്ടിയെല്ലാം നടത്തുന്നതിന് ഒരു പ്ലാൻ അനുസരിച്ചാണ് നടക്കുന്നത്. അപ്പോൾ ആ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം നമ്മളിലൊരു പ്ലാനുണ്ട്. ആ പ്ലാനാണ് നമ്മൾ ഉള്ളിൽ ആക്ട് ചെയ്യുന്നത്. അതൊരു പ്ലാൻ എപ്പോഴും ദൃശ്യമല്ല, ഒരു സങ്കല്പത്തിലുള്ളതാണ്. ഇപ്പം കമ്പ്യൂട്ടറിലൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അതിനെ വിവരിക്കാനും പറ്റില്ല. ഒരു അക്ഷരങ്ങൾ കൊണ്ട് എന്തെല്ലോ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്, അത്രേ പറയാൻ പറ്റും. അപ്പോൾ അതുപോലെയുള്ളൊരു പ്ലാനാണ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. അതാണ് പുരുഷൻ. ആ ആത്മാവിനെ ശരീരവുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് 3 തരം ഗുണങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അത് തന്നെയാണ് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോവും സെക്കൻഡ് ലോവും തേർഡ് ലോവും. 3 അവസ്ഥകളാണ് മനുഷ്യർക്കുള്ളത്. അതിനെപ്പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഗുണങ്ങളെ കൊണ്ടാണ് ഈ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് അദൃശ്യമായ പ്രേരക ശക്തി അല്ലെങ്കിൽ പ്ലാൻ ആത്മാവ് നമ്മളെ ഈ ഭൗതിക ശരീരവുമായിട്ട് ബന്ധിപ്പിക്കുന്നത് 3 ഗുണങ്ങളിലൂടെയാണ്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. എന്നിട്ട് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുകയാണ്. ആദ്യം അതിൽ സത്വഗുണം നിർമ്മലമാണ്, പ്രകാശമാനവുമാണ്. സത്വഗുണം എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായി നിൽക്കുന്ന അവസ്ഥയാണ്. നമ്മളെല്ലാം ഇപ്പം വീട് നിർമ്മിക്കുന്നുണ്ടെങ്കിൽ നിർമ്മിക്കുമ്പോൾ അത് ഭയങ്കര ആക്റ്റീവാണ്. ആഗ്രഹമെല്ലാം വെച്ചുകൊണ്ടാണ് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത്. നിർമ്മിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശാന്തമാണ്, സുഖമാണ്, നിർമ്മലമാണ്. അത് നിർമ്മിക്കുന്നതിൻ്റെ ഇടക്കാണ് നമ്മൾ നിർമ്മലമൊന്നുമല്ല. നമ്മൾ ഇപ്പം എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ആക്റ്റീവായിട്ട് കേട്ട് അടുക്കളയിൽ എന്തെല്ലാവർക്കും കയറിച്ചെല്ലാൻ പറ്റില്ല. അവിടെ ഇവിടെ അതെല്ലാം കിടക്കുന്നു. വേഷങ്ങളും എല്ലാം ഒരുമാതിരിയായിരിക്കും. എല്ലാം ഉണ്ടാക്കി ഇട്ട് കഴിഞ്ഞ് ഭക്ഷണം എല്ലാം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും എല്ലാം ഒതുക്കി വെച്ച് ശരിക്ക് വെച്ച് അത് തിന്നാൻ വേണ്ടിയിട്ട് ഡ്രസ്സെല്ലാം മാറി നല്ല നിലയിൽ ഭക്ഷണം കഴിക്കാനിരിക്കുക. അതാണ് സത്വഗുണം, സ്റ്റേബിൾ സ്റ്റേജ്.
സത്വഗുണം, ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ. ആ അവസ്ഥയാണ് നല്ലത്, നമുക്ക് ഇഷ്ടപ്പെടുന്ന അവസ്ഥ. അതിനു വേണ്ടിയിട്ടാണ് മറ്റേതെല്ലാം ഇത്ര വരെ പാടുകെട്ടത്. ആ ഗുണം നിർമ്മലമാണ്, പ്രകാശമാനമാണ്, എല്ലാം സംതൃപ്തിയിലാണ്. മറ്റുള്ള പ്രകാശമാനമൊന്നുമില്ല. അപ്പോഴും നമുക്ക് മനസ്സിൽ എല്ലാം കാമായിട്ട് ചിന്തിക്കാനും ജ്ഞാനം നേടാനും എല്ലാം പറ്റുന്ന അവസ്ഥയാണ്. നമ്മളെല്ലാം വെറുതെ ഇരിക്കുന്നു. അല്ലാതെ ആ പണിയെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളോടൊന്നും പറ്റി ഇപ്പോൾ എനിക്കാന്നും പറ്റില്ല എന്ന് എൻ്റെ തലയിൽ കയറില്ല, എനിക്ക് ഇവിടെ വേറെ ജോലിയുണ്ട്. അത് നല്ല അവസ്ഥയല്ല. നമ്മൾ എന്തിനെങ്കിലും പണിയിൽ ഇൻവോൾവ് ആയി കഴിയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ കാരണം എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല, നീ പിന്നെ ചോദിക്കുന്നു പറയും. അപ്പം പിന്നെ ഇതെല്ലാം പണിയെല്ലാം കഴിഞ്ഞ് ശാന്തമായിരിക്കുമ്പോൾ ഇവിടെ ആ സമയം നിർമ്മലവും പ്രകാശമാനവുമാണ്, ദോഷരഹിതവുമാണ്. അന്നേരം നമുക്ക് വേറെ ദോഷങ്ങളൊന്നുമില്ല, ശാന്തമായിരിക്കുകയാണ്. അത് സുഖത്തോടും ജ്ഞാനത്തോടും കൂടി ബന്ധപ്പെട്ട് കിടക്കുന്നു. അവിടെയാണ് ജ്ഞാനം വരുന്നത്. അപ്പം നമ്മൾ ശാന്തമായിരിക്കുമ്പോഴാണ് നമുക്ക് പഠിക്കാനെല്ലാം പറ്റുക. ഇപ്പോൾ ഒരു വീട് വെക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാനൊന്നും പറ്റില്ല, കുട്ടികൾക്കും പഠിക്കാൻ പറ്റില്ല. വീടെല്ലാം വെച്ച് എല്ലാം ശരിയായി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കിരുന്ന് പഠിക്കുക, എന്താ ചെയ്യുക, എന്ത് ചെയ്യുക. അപ്പം അത് ജ്ഞാനത്തോട് ബന്ധപ്പെട്ടതാണ് ശാന്തമായ അവസ്ഥ. അപ്പം നമ്മുടെ ശരീരത്തിനൊരു ശാന്തമായ അവസ്ഥയുണ്ട്, അത് സത്വഗുണമാണ്. അതായത് നമുക്ക് പഠിക്കാനും എല്ലാം മനസ്സിന് സമാധാനം, എല്ലാത്തിനും ഫ്രീ ആയിരിക്കുന്ന ഒരവസരത്തിൽ നമ്മളെ ശരീരം എന്താണ്, ശാന്തമായ അവസ്ഥയാണ്, സത്വഗുണത്തിലാണ്. നമുക്കതിൽ നിൽക്കുന്നതാണ് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി. അപ്പം നമുക്ക് പഠിക്കാനും അല്ല. അതാണ് സത്വഗുണത്തിൻ്റെ പ്രത്യേകത. ഇനി 7 എന്ന് പറയുന്നു, രജോ ഗുണത്തിൻ്റെ സ്വഭാവം രാഗമാണ്. അത് ആഗ്രഹത്തെയും സംഘത്തെയും ജനിപ്പിക്കുന്നു. രജോ ഗുണത്തിലാണ് ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. ഇങ്ങനെ ഇരുന്നാൽ പോരാ, ഇനിയിപ്പോൾ എന്ത് വേണം, നമ്മൾ എന്തെങ്കിലും ചെയ്ത് പുതിയൊരു കാര്യം ചെയ്യണം നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പം മുതൽ നമ്മുടെ ടെൻഷനും ഭയങ്കര ആക്റ്റീവല്ലാണ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ള സാഹചര്യം നമ്മൾ ആക്റ്റീവായിട്ട് എന്തിനെങ്കിലും ഇറങ്ങിത്തിരിക്കുമ്പോൾ, ചോറ് വെക്കാൻ ഇറങ്ങുമ്പോൾ, വീട് വെക്കാൻ ഇറങ്ങുമ്പോൾ, ജോലി ചെയ്യാൻ ഇറങ്ങുമ്പോൾ, ഇതെല്ലാം എന്താണ്, ആഗ്രഹങ്ങളാണ്. ഓരോ ആഗ്രഹം ഉണ്ടായിട്ടാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പം നമ്മളൊരാഗ്രഹം ഉണ്ടാക്കിയിട്ടും നമ്മളപ്പോൾ ഇരുന്ന് സുഖമായി ഇരുന്ന് സത്വഗുണത്തിലിരുന്ന നമ്മളെന്ത് ചെയ്യും, എടുത്ത് ചാടും പുതിയ കർമ്മം ചെയ്യാൻ. അപ്പോൾ ആഗ്രഹത്തെ ജനിപ്പിക്കും, സംഘത്തെയും ജനിപ്പിക്കും. അപ്പോഴാണ് നമ്മൾ പലതുമായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങുന്നത്. പലവരെ കൂട്ടുപിടിക്കും എല്ലാം. എന്നിട്ട് എന്ത് ചെയ്യും, ദേഹത്തെ കർമ്മവുമായി ബന്ധിപ്പിക്കുന്നു. അപ്പോഴാണ് കർമ്മവുമായിട്ട് ബന്ധിപ്പിക്കുന്നത് രജോ ഗുണം. അപ്പം രജോ ഗുണത്തിലാണ് നമ്മൾ പുതിയ കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് പുതിയ ലെവലിലേക്ക്, നല്ലൊരു ലെവലിലേക്ക്, അത് സത്വഗുണം, അവിടത്തേക്ക് എത്താൻ ശ്രമിക്കുന്നത്. അപ്പം നമ്മൾ ബലം പ്രയോഗിക്കണം. അതാണ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ. ഇപ്പം രജോ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ കർമ്മം ചെയ്ത് പുതിയൊരു ആഗ്രഹത്തോടു കൂടി പുതിയ കാര്യങ്ങൾ ചെയ്യാനാണ്. 8 എന്ന് പറയുന്നത് തമോ ഗുണം. 8 പറയുന്നത് തമോ ഗുണമാണ്. അത് അജ്ഞാനത്തിൽ നിന്നും ഉണ്ടാവും. ഈ അജ്ഞാനികളാണ് ഇങ്ങനെ തന്നെ നിന്നാൽ മതി, ഇതിൻ്റെ അപ്പുറമൊന്നും വർക്കൊന്നും ചെയ്യണ്ട എന്ന നിലയിൽ പോകുന്നത് അജ്ഞാനികളാണ്. ലോകം മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ ഒരു വിഭാഗം എപ്പോഴും ചെയ്യും, അങ്ങോട്ടൊന്നും പോകണ്ട, അത് കഷ്ടപ്പാടാണ്, നമുക്ക് ഇവിടെ തന്നെ നിന്നെടുത്ത് നിന്നാൽ മതി, പിന്നോട്ടേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞാൽ പിടിച്ചു വലിക്കുന്ന റിയാക്ഷൻ. എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതാണ് തമോ ഗുണം. അത് അജ്ഞാനമാണ്. ഇത് മോഹിപ്പിക്കും. നമ്മളെ മോഹങ്ങൾ, ആഗ്രഹങ്ങൾ നല്ലതാണ്. ആഗ്രഹം കൊണ്ടാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. വെറുതെ മോഹിച്ചിട്ട് കാര്യമൊന്നുമില്ല. മോഹിക്കാൻ ഇരുന്നിട്ട് ഓരോന്നോ സങ്കല്പത്തിൽ ഇങ്ങനെ മോഹിച്ചുകൊണ്ടിരിക്കും, ഒരു കാര്യം ചെയ്യില്ല. നല്ല സുഖാലം വേണം, പക്ഷെ എന്നെ കൊണ്ടൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. എല്ലാം കിട്ടണം എനിക്ക്, പക്ഷെ എന്നെ കൊണ്ടൊന്നും വയ്യ. ഇതാണ് തമോ ഗുണത്തിൻ്റെ പ്രത്യേകത. ഇപ്പം നമ്മളിൽ നിന്ന നിൽപ്പിൽ തന്നെ നിൽക്കാൻ പഠിക്കാൻ അതൊരു ഗുണമാണ്. അതിൽ നിന്നും ഉയർച്ചയിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്നത് രജോ ഗുണമാണ്. മടിയന്മാരുടെ ലക്ഷ്യം ഒന്നും ചെയ്യേണ്ട, മതി, ഇങ്ങനെ തന്നെ പോയാൽ മതി. എന്നിട്ട് മനസ്സിലിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട്, മനസ്സിൽ മോഹങ്ങളുണ്ടാവും പലതും, പക്ഷെ ഒന്നും ചെയ്യാൻ വയ്യ. അതാണ്
തമോ ഗുണം അതിൻ്റെ ഫലം അശ്രദ്ധ, ആലസ്യം, ഉറക്കം, കിടന്നുറങ്ങുക, ഇതെല്ലാം എന്നിവ ദേഹയെ ബന്ധിക്കുന്നു. ഈ ഗുണമുള്ളവൻ ശരീരത്തെ ബന്ധിക്കും. അവന് ഉറങ്ങാനാണ് താല്പര്യം ഉണ്ടാവുക, അലസത, ഒന്നും ചെയ്യാനിരിക്കാതെ. ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ഈ 3 ഗുണങ്ങൾ ഉണ്ട്. ഈ 3 ഗുണങ്ങളെല്ലാം ഈ അകത്ത് കിടക്കുന്ന ആ പ്ലാനനുസരിച്ച് ഉയരുകയോ താഴുകയോ ചെയ്യും. അവൻ എന്തെങ്കിലും ആക്റ്റീവായിട്ട് പ്ലാനിൽ അവനെ കൊണ്ടൊരു ജോലി ചെയ്യിപ്പിക്കണ്ടെങ്കിൽ അവനിൽ ഒരു ആഗ്രഹം ഉണ്ടാക്കിയിട്ട് അവനെ കൊണ്ടെടുത്ത് ചാടിപ്പിക്കും. അവനിനി ഒരു ജോലി ഇല്ല എന്ന് കാണുകയാണെങ്കിൽ അവനിൽ അലസതയുണ്ടാകും. അത് വിരക്തിയായി മാറുമ്പോഴാണ് എങ്ങോട്ടേക്ക് പോകുന്നത്? സന്യസിക്കാൻ, ബ്രഹ്മസാക്ഷാത്കാരത്തിനും പോകുന്നത്. ഇനി 9, സത്വം എപ്പോഴും സുഖത്തോടു കൂടിയാണുള്ളത്. സുഖിച്ച് ഇരിക്കുന്ന അവസ്ഥ സത്വഗുണമാണ്. നമ്മൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒരു സുഖമായി ഇരിക്കുന്ന അവസ്ഥ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ പ്രകാരം സത്വഗുണമാണ്. നമ്മൾ സുഖമായി ശാന്തമായി ഇരുന്ന് ചിന്തിച്ച് മനസ്സിലാക്കിയാൽ ഇരിക്കുന്ന സത്വഗുണമാണ്. രജോ ഗുണം എന്ന് പറയുന്നത് കർമ്മത്തോട് ബന്ധിപ്പിക്കുക. എന്തെങ്കിലും കർമ്മം ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് രജോ ഗുണമാണ്. തമസ് എന്നത് ജ്ഞാനത്തെ മറച്ച് അശ്രദ്ധയെ ജനിപ്പിക്കുന്നു, അശ്രദ്ധയെ ഉണ്ടാക്കുന്ന തമസ് എന്നത്. അപ്പം ഇങ്ങനെ 3 തരത്തിലാണ് മനുഷ്യരെ കർമ്മങ്ങളിലേക്ക്, 3 തരം കർമ്മങ്ങളാണ്. ഒന്ന് പുരോഗതിയിലേക്ക്, ഒന്ന് പിന്നോട്ടേക്ക്, ഒന്ന് സ്ഥായിയായ അവസ്ഥ. ഇനി 10 എന്ന് പറയുന്നു, സത്വഗുണം അധികമായാൽ, അപ്പോഴും നമ്മളിലെല്ലാം ഈ 3 ഗുണങ്ങളുണ്ട്. അതിൽ സത്വഗുണം അധികമാകുമ്പോൾ മറ്റേ 2 ഗുണങ്ങളും എന്തായി പോകും? കീഴോട്ട് പോകും. അതായത് നമുക്ക് എപ്പോഴും പഠിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കേണ്ടതാണെങ്കിൽ സത്വഗുണമാണ്, പക്ഷേ കർമ്മം ഉണ്ടാവില്ല. അതുമാതിരി അലസതയുമല്ല, അത് രണ്ടൊന്ന് പിന്നോട്ട്. അലസത സുഖമായി ഇരുന്ന് പഠിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും അലസതയില്ല. അപ്പോൾ സത്വഗുണം നല്ലൊരു സ്റ്റേയാണ്, ചിന്തിക്കാനും ബുദ്ധിപരമായിട്ട് ചിന്തിക്കാനെല്ലാം. പക്ഷേ കർമ്മം കുറയും. എന്നാൽ രജോ ഗുണം കർമ്മം ചെയ്യുമ്പോൾ പഠിക്കാനും ശാന്തമായിട്ടുള്ള അവസ്ഥയൊന്നും കിട്ടില്ല, ആലസ്യവും ഇല്ല. അപ്പം അതെല്ലാം പിന്നോട്ടേക്ക് പോകും. അപ്പം രജോ ഗുണം ഒരാൾ വർദ്ധിക്കുമ്പോൾ മറ്റേ 2 ഗുണങ്ങളും പിന്നോട്ടേക്ക്. തമോ ഗുണം വന്നാലോ ഒന്നിലും താല്പര്യമില്ലാത്ത അവസ്ഥയിലേക്ക് വരുമ്പോൾ കർമ്മവും ചെയ്യില്ല, രജോ ഗുണവും കുറയും, പഠിക്കാനും തോന്നില്ല, ഒന്നും ശാന്തമായ സുഖവും കിട്ടില്ല. അപ്പോൾ ഒന്ന് വർദ്ധിക്കുമ്പോൾ മറ്റേ 2 കീഴോട്ടേക്ക് പോകും. ഇനി 11 പറയുന്നു, ശരീരത്തിലെ എല്ലാ ഇന്ദ്രിയങ്ങളിലൂടെയും ജ്ഞാനം പ്രകാശിക്കുമ്പോൾ സത്വഗുണം വർദ്ധിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഒരാളിൽ സത്വഗുണമുണ്ടെങ്കിൽ ശരീരത്തിലെ എല്ലാ ഇന്ദ്രിയങ്ങളിലൂടെയും ജ്ഞാനം പ്രകാശിക്കും. അവൻ്റെ എല്ലാ ശരീരാവയവങ്ങളിലും ജ്ഞാനം പ്രകാശിക്കുന്നു പറഞ്ഞാൽ എല്ലാ അവയവങ്ങളും ആക്റ്റീവായിരിക്കും. നമ്മൾ ചിന്തിക്കേണ്ടപ്പോൾ ചിന്തിക്കും. എല്ലാ അവയവങ്ങളും ഫ്രീ ആയിട്ട് അതതിൻ്റെ കർമ്മം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നതാണ് സത്വഗുണം. പക്ഷെ കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധി അധികം ഉപയോഗിക്കാൻ പറ്റില്ല. എന്തെങ്കിലും കർമ്മത്തിൽ ഇറങ്ങുമ്പോൾ നമുക്ക് പഠിക്കാൻ താല്പര്യം, എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് പഠിക്കുന്നത്? അതുമായി അലസയായിട്ട് ഉറങ്ങിക്കിടക്കുന്നവർക്കുമ്പോൾ എങ്ങനെ ഉപയോഗിക്കുന്നത്? പക്ഷേ സത്വഗുണത്തിൽ എല്ലാം ബാലൻസ് ആയിട്ട് നിൽക്കുകയാണ്. ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും ഏതിനെയും നമുക്ക് സ്വതന്ത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ കർമ്മത്തിലിറങ്ങുമ്പോൾ രജോ ഗുണം ഉണ്ടാകുമ്പോൾ അവൻ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒന്നിന് നമ്മൾ മുഴുകി അതിൻ്റെ പിന്നാലെ ഓടുമ്പോൾ ബാക്കിയുള്ള ഒന്നും നമ്മൾ ശ്രദ്ധയിൽ വരില്ല. ശരീരത്തിൽ തന്നെ നമ്മൾ മറന്നുപോകും. അങ്ങനെ ആക്റ്റീവായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ പിന്നെ ശരീരത്തെ പറ്റി ഒന്നും ചിന്തയുണ്ടാവില്ല, ചിലപ്പം വസ്ത്രത്തെപ്പറ്റി ചിന്തയുണ്ടാവില്ല. അപ്പോൾ ശരീരത്തിലെ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ജ്ഞാനം പ്രകാശിക്കുമ്പോൾ സത്വഗുണം വർദ്ധിച്ചതായിട്ട് കാണാം. അപ്പോൾ അങ്ങനെ വ്യക്തി ജ്ഞാനമെല്ലാം തികഞ്ഞ് എല്ലാം ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയിൽ സത്വഗുണം കൂടുതലായിരിക്കും. രജോ ഗുണം 12 പറയുന്നു, രജോ ഗുണം കൂടുമ്പോൾ പ്രവൃത്തികളുടെ, അപ്പോഴാണ് അവൻ പ്രവർത്തിച്ചു തുടങ്ങുന്നത്. പ്രവൃത്തിയുടെ ആരംഭം അവിടെ നിന്നാണ്. അവൻ എന്തെല്ലോ ചെയ്തുകൊണ്ടിരിക്കാനാണ്. അപ്പോൾ ഇവർ വയലിൽ കൃഷിയെല്ലാം ചെയ്യുന്നവൻ എന്താണ് ആ സമയത്ത്? രജോ ഗുണമാണല്ലോ. ഒരു കുട്ടി ഇരുന്നിട്ട് വളരെ ശാന്തമായിട്ട് പഠിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അത് സത്വഗുണമാണ്. അല്ലാതെ അലസന്മാരായിട്ട് ഇരിക്കുന്ന അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം 3 സ്വഭാവങ്ങളിൽ. രജോ ഗുണം വർദ്ധിക്കുമ്പോൾ ആഗ്രഹം കാണും,
എന്തെങ്കിലും നേടണം എന്നുള്ള താല്പര്യത്തോടുകൂടി എന്തെങ്കിലും കർമ്മം ചെയ്യുന്ന ആക്റ്റീവായിട്ട് ഇപ്പം അടുക്കളയിലെല്ലാം ജോലി ചെയ്യുന്നതെല്ലാം സ്ത്രീകളെല്ലാം ജോലി ചെയ്യുമ്പോൾ അവർ രജോ ഗുണത്തിലാണ് നിൽക്കുന്നത്. നമ്മളിങ്ങനെ കസേരയിൽ ഇരുന്ന് പേപ്പറുകളെല്ലാം വായിച്ച് ജ്ഞാനെല്ലാം നേടി ഇങ്ങനെ സ്വതന്ത്രമായിട്ട് ഇരിക്കുമ്പോൾ സത്വഗുണമാണ്. ഒരുത്തൻ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ അത് തമോ ഗുണമാണ്. 13 തമോ ഗുണം വർദ്ധിക്കുന്നവരിൽ അവിവേകം, വിവരമൊന്നും ഉണ്ടാവില്ല, ആലസ്യം, അശ്രദ്ധ, ഒന്നിനും ശ്രദ്ധയില്ലാതെ വെറുതെ മോഹം മാത്രം ഉണ്ടായി, എന്തെല്ലോ മോഹിച്ച് കിടക്കും, ചെയ്യാനൊന്നും വയ്യ എന്നിവയുണ്ടാവുന്നു. അപ്പം തിരിച്ചറിയാൻ വലിയ പ്രയാസമൊന്നുമില്ല. നമ്മൾ ഓരോ വിഭാഗങ്ങൾ അധ്വാനിക്കുന്നവനാണെങ്കിൽ രജോ ഗുണമായിരിക്കും, ശാന്തമായിരുന്നു പഠിക്കുക അങ്ങനെയെല്ലാം ചെയ്യുന്ന എന്തെങ്കിലും ചിന്തിച്ച് എന്തെങ്കിലും ചെയ്യാൻ കാമായിട്ടിരുന്ന് ചെയ്യുന്നത് സത്വഗുണമാണ്. എല്ലാത്തിലും വിട്ടിട്ട് ഒരു മാരി നിരാശനായി എന്തെല്ലോ ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ തമോ ഗുണമാണ്. ഇനി 14 സത്വഗുണ സമയത്ത് മരിക്കുന്നവർ. അങ്ങനെ സത്വഗുണ അവസ്ഥയിൽ ഒരാൾ മരിക്കുകയാണെങ്കിൽ അവർ അടുത്ത ജന്മത്തിൽ വിശുദ്ധ ജ്ഞാനികൾ ഉൾപ്പെടുന്ന വിശുദ്ധ ലോകങ്ങളിലാണ് പ്രവേശിക്കുക. അപ്പോൾ എവിടെയെല്ലാം നല്ല ജ്ഞാനം തികഞ്ഞവർ, ബുദ്ധിപരമായി ചിന്തിക്കാൻ കഴിവുള്ളവരുടെ കുടുംബത്തിലാണ് അവൻ ജനിക്കാൻ പോകുന്നത്. ഒരാൾ മരിക്കുമ്പോൾ ആ ഒരു കാമായിട്ട് ശാന്തമായി എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് മരിക്കുന്നതെങ്കിൽ അവൻ ജനിക്കാൻ പോകുന്നത് നല്ല ജ്ഞാനികളുടെ ഗ്രഹത്തിലായിരിക്കും. രജോ ഗുണത്തിൽ ഇരിക്കുന്ന അവസരത്തിലാണ് മരണം സംഭവിക്കുന്നതെങ്കിൽ അവർ കർമ്മത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലാണ് ജനിക്കുക. വളരെയധികം ജോലി കർമ്മങ്ങളുള്ള ഏത് സമയം അധ്വാനമുള്ള സ്ഥലത്തേക്കല്ലായിരിക്കും അവൻ ജനിക്കാൻ പോകുന്നത്. ചിലപ്പം വല്ല ഫാക്ടറികളെല്ലാം ഉള്ള സ്ഥലങ്ങളിൽ അവിടുത്തെ ജോലി എടുക്കാൻ വേണ്ടി വില വയലിൽ കൃഷി ചെയ്യേണ്ട കാര്യങ്ങളോ അങ്ങനെയുള്ള കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്താണ് ജനിക്കുക. തമോ ഗുണത്തിൽ ജനിക്കുന്ന വരുന്നവനാണെങ്കിൽ വർദ്ധിച്ച അവസ്ഥയിലാണ്, നിരാശയിലെല്ലാം പോയിട്ട് ഒരാൾ മരിക്കുകയാണെങ്കിൽ നിരാശയാകും. മരിക്കാൻ സമയത്ത് നിരാശയും ഒന്നിനും താല്പര്യമില്ല, അലസതയാണെങ്കിൽ അവൻ ജനിക്കുന്നത് പല നീച യോനികളിലായിരിക്കും. പട്ടിയോ പൂച്ചയായിട്ട് വേണ്ടിക്ക് മാറാം. അലസന്മാർ ജനിക്കുന്ന അങ്ങനെയായിരിക്കും. അതാണ് കർമ്മഫലം എന്നെല്ലാം പറയുന്നത്. അതുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു, വൈമുഖ്യം വരുന്നവർക്ക് സന്യാസത്തിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ അവരെ ഈ കാറ്റഗറിയിലല്ല ഉദ്ദേശിക്കുന്നത്. അവർക്ക് എല്ലാത്തോടും മനസ്സിലാക്കാനും പഠിക്കാനുള്ള എല്ലാ താല്പര്യവും കുറഞ്ഞ് അവർ ബ്രഹ്മസാക്ഷാത്കാരം എന്ന ഉയർന്ന നിലയിലേക്ക് പോകാൻ ശ്രമിക്കുന്നവരാണ്. എല്ലാ അലസന്മാരല്ല അവർക്ക് ഇതിലൊന്നും താല്പര്യമില്ല. അതും ഈ അലസന്മാരുമായിട്ട് കമ്പയർ ചെയ്യരുത്. വിരക്തി വന്നിട്ടുണ്ട്. അലസന്മാർക്കൊന്നും ചെയ്യാൻ തോന്നാതുകൊണ്ടാണെന്നല്ല അവരെ അങ്ങനെ ഇട്ടിരിക്കുന്നത്. അവരെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാനില്ല. പക്ഷെ ഇതല്ല, ഇവർക്ക് ജോലി തീർന്നതാണ്. അപ്പോൾ അവർക്ക് ഒന്നും ചെയ്യാനുള്ള മനസ്സുണ്ടാവില്ല. അവരങ്ങ് സന്യാസത്തിലേക്ക് പോകും. അതിനെപ്പറ്റി ഇവിടെ പറയുന്നില്ല. ഇത് 3 അവസ്ഥകളെപ്പറ്റി, സൃഷ്ടിയുടെ 3 അവസ്ഥകളെപ്പറ്റി പറയുകയാണ്. ചെറിയ വ്യത്യാസമുണ്ട്. ഒന്ന്, ഒരു കർമ്മം ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റാത്ത ടൈപ്പ് ഉണ്ട് എന്നുള്ളതാണ്. മറ്റേതല്ല, കർമ്മം ചെയ്ത് തീർന്നവരാണ് ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് പോവുക. ഇനി 16 പറയുന്നു, നല്ല കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഫലം സാത്വികവും. നമ്മൾ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്തിട്ട് അതിന് നല്ല ഗുണം കിട്ടുകയാണെങ്കിൽ അത് സത്വഗുണമാണ്. നല്ല ഫലം കിട്ടണം. നമ്മളെന്തെങ്കിലും ഒരു കർമ്മം ചെയ്തിട്ട് ഒരു ഫലവും കിട്ടുന്നില്ലെങ്കിൽ, ഒരു വീട് വെക്കാൻ പോകുന്നു, വീടൊന്നും പൂർത്തിയായില്ല എങ്കിൽ അത് സത്വഗുണം എന്ന് പറയുമ്പോൾ എന്താണ്? പൂർത്തീകരിച്ചിട്ട് സുഖമായി താമസിക്കാൻ പറ്റണം. അപ്പം നല്ല കർമ്മഫലം കിട്ടുന്നതാണ് സത്വഗുണം. രജസ്സിന് എപ്പോഴും ദുഃഖമാണ്. കർമ്മം ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ദുഃഖമേ ഉണ്ടാവും, ഒന്നും തൃപ്തിയിട്ടില്ല. പാടുപെടുന്ന അവസ്ഥ എന്ന് പറയുന്നതാണ് ദുഃഖം ഉണ്ടാക്കുന്ന പരിപാടി. അപ്പോഴാണ് ദുഃഖങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഇത് നടക്കുമോ, എന്താ ഈ ഉദ്ദേശിച്ച കാര്യം നടക്കുന്നില്ലല്ലോ, ഒന്നിനെല്ലാം ഇറങ്ങിത്തിരിക്കുമ്പോഴാണ്. അല്ലാതെ ശാന്തമായി വീട്ടിലിരിക്കുമ്പോൾ ദുഃഖമൊന്നുമില്ല. പക്ഷേ ഈ ഇറങ്ങിത്തിരിച്ചിട്ട് കാര്യം നടക്കാൻ പാടിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അതിന് തടസ്സങ്ങളെല്ലാം നേരിടുമ്പോഴാണ് നമുക്ക് ദുഃഖങ്ങളെല്ലാം ഉണ്ടാകും. തമസിൻ്റെ ഫലം അജ്ഞാനമാണ്.
തമസ് പിടിച്ചുകൊണ്ട് തന്നെ ബുദ്ധിയൊന്നുമില്ല, ജ്ഞാനമൊന്നുമില്ല. അവൻ്റെ കാര്യം പിന്നെ നോക്കാതിരിക്കുന്നതാണ് നല്ലത്. 17 സത്വഗുണത്തിൽ നിന്നും ജ്ഞാനം. അപ്പം നമ്മൾ ശാന്തമായി ഇരിക്കുമ്പോഴാണ് നമുക്ക് ജ്ഞാനം നേടാൻ പറ്റുന്നത്. ബുദ്ധിപരമായിട്ട് ഉയർന്ന് ചിന്തിക്കാൻ പറ്റും സത്വഗുണത്തിൽ. രജോ ഗുണത്തിൽ നിന്ന് ആഗ്രഹം ഉണ്ടാകും. ആഗ്രഹം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കർമ്മം ചെയ്യുക, ഓരോ കർമ്മം ചെയ്യുന്നത്. എനിക്ക് അത് വേണം ഇത് വേണം എന്ന് വെച്ച് ആഗ്രഹം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് നേടാൻ ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ ആ രജോ ഗുണത്തിൽ നിന്ന് ആഗ്രഹവും തമോ ഗുണത്തിൽ നിന്ന് അശ്രദ്ധ, അജ്ഞത ഇതെല്ലാം ഉണ്ടാകുന്നത്. 18 സത്വഗുണമുള്ളവൻ. അപ്പോൾ നല്ല ചിന്തിച്ച് പ്രവർത്തിച്ച് ബുദ്ധിപരമായിട്ടെല്ലാം ഉദ്യോഗിക്കുന്നവരാണ് ഊർധ്വലോകത്തിലേക്ക് പോകുന്നത്, ഉന്നതിയിലേക്ക് വരും. കർമ്മം ചെയ്യുന്നവന് ഒരു ലിമിറ്റുണ്ട്. ബുദ്ധിപരമായിട്ട് ശാന്തമായ ശരീരത്തിനെയെല്ലാം ഏകോപിപ്പിച്ച് ബുദ്ധിയെല്ലാം ഉപയോഗിച്ച് ചിന്തിച്ച് നീങ്ങുന്ന സത്വഗുണക്കാരൻ ഉന്നതിയെ പ്രാപിക്കുമ്പോൾ രജോ ഗുണക്ക് എപ്പോഴും ശരീരത്തിൻ്റെ അധ്വാനത്തിന് മുൻതൂക്കം കൊടുക്കുന്നവർ നല്ല ഒരു കർമ്മശേഷിയുള്ളവനാണ്. പക്ഷേ അവർക്ക് പോകുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. മഹാഭാരതത്തിൽ തന്നെ പേരുള്ളത് ആർക്കാണ്? ധർമ്മപുത്രർക്കാണ്. അർജുനൻ ധീരനാണ്, ഭീമനാണ് എല്ലാത്തിനും ഇടിക്കാനും പൊടിക്കാനും എല്ലാം കഴിവുള്ളവൻ. പക്ഷേ ലെവലെടുക്കുമ്പോൾ ധർമ്മപുത്രർക്കാണ് 10 മുൻതൂക്കം കൊടുക്കുന്നത്. അപ്പോൾ രജോ ഗുണമെല്ലാം മധ്യസ്ഥതയിലും തമോ ഗുണത്തിൻ്റെ കാര്യം മാത്രോ ലോകത്ത് തന്നെയാണ്. ഇനി 19 ഇതിൽ 19 പറയുന്ന ഈ ഗുണങ്ങളിൽ നിന്നും ഭിന്നനായ ഒരു കർത്താവിനെ കാണാതിരിക്കുകയും ഇതിൻ്റെ എല്ലാം കർത്താവായ ബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ് ഈ ഗുണങ്ങളെല്ലാം ഉണ്ടായിരിക്കുകയും ഗുണങ്ങൾക്ക് അതീതനായി അതിനെ അറിയുകയും അതേസമയം അതിന് ഈ ഗുണങ്ങളുമായിട്ട് ഒരു ബന്ധമില്ലാതെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. ആര്? ബ്രഹ്മം. അവൻ ബ്രഹ്മത്തെ പ്രാപിക്കും. അപ്പോൾ എന്ത് വേണം? ഈ കർമ്മങ്ങൾക്ക്, ഈ രജോ തമോ ഗുണങ്ങളുള്ള ഈ പ്രപഞ്ചം മുഴുവൻ നടക്കുന്ന കർമ്മങ്ങൾ എല്ലാം ആ ബ്രഹ്മത്തിൽ നിന്നും ഉത്ഭവിച്ചു വന്നതാണ്. ബ്രഹ്മമാണല്ലോ നമ്മൾ ആത്മാവായി അകത്തിരിക്കുന്നത്, എൻ്റെ ശരീരത്തിലെ ഗുണങ്ങളെ കൊണ്ട് ചലിപ്പിക്കുന്നത്. ആ ബ്രഹ്മമാണ് ഇതെല്ലാ ഗുണങ്ങളും ചെയ്യിപ്പിക്കുന്നത് എന്നും, പക്ഷേ അത് ഈ കർമ്മത്തിൽ നിന്നെല്ലാം ഈ ത്രിഗുണങ്ങളിൽ നിന്നും മുക്തനാണെന്നും ആര് മനസ്സിലാക്കുന്നുവോ അവൻ ബ്രഹ്മസാക്ഷാത്കാരം നേടും. അപ്പം ആ ഉള്ളിലുള്ള ആത്മാവാണ് ശരീരവുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് ഈ 3 ഗുണങ്ങളെ കൊണ്ട് ഈ 3 തരം കർമ്മങ്ങളും മനുഷ്യന് ആക്റ്റീവായി വർക്ക് ചെയ്യിപ്പിക്കുക, ശാന്തമായിരുന്നു ചിന്തിപ്പിക്കുക, വലിയ അലസമായിട്ടും ഇരുത്തിപ്പിക്കുക. ഇതെല്ലാം ഈ ശരീരത്തിൽ നിന്ന് ഈ 3 ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലനുസരിച്ചാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. അതെല്ലാം അതാണ് ചെയ്യിപ്പിക്കുന്നതെന്നും അതേസമയം അത് ഇതിൽ നിന്ന് അതിന് ഇതുമായിട്ട് ഒരു ബന്ധമില്ല, അത് ഈ ഗുണങ്ങളൊന്നും അതിനെ എഫക്റ്റ് ചെയ്യില്ല എന്നും മനസ്സിലാക്കുന്നവൻ ബ്രഹ്മസാക്ഷാത്കാരം നേടും. ഇനി 20 ശരീരോത്പാദനത്തിന് കാരണമായി ഈ 3 ഗുണങ്ങൾ. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഈ എല്ലാം ഉണ്ടായ ഈ 3 ഗുണങ്ങളിൽ നിന്നെയാണ്. ഇതിനെയെല്ലാം അതിവർത്തിക്കുന്ന ദേഹി, ഇതിനെയെല്ലാം ഈ 3 ഗുണങ്ങളെയെല്ലാം ആർക്ക് അതിവർത്തിക്കുവാൻ കഴിയുമോ, അവന് മറികടക്കാൻ കഴിയുമോ, അവന് ജന്മം, മൃത്യു, ജര, ദുഃഖം എന്നിവയിൽ നിന്നും മുക്തമായി അമൃതത്വം പ്രാപിക്കും. അതായത് ആർക്ക് ഈ ഗുണങ്ങളാണ് നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നതെങ്കിലും അത് മനസ്സിലാക്കിയിട്ട് അതിൽ വീഴാതിരിക്കുക. ഇതാണ് നമ്മളെ കൊണ്ട് ഉള്ളിൽ നിന്ന് ഈ 3 ഗുണങ്ങളാണ് നമ്മളെ കൊണ്ട് ഇതത്രയും ചെയ്യിപ്പിക്കുന്നത് എന്ന സത്യം മനസ്സിലാക്കിയിട്ട് അതിനെ ഒഴിവാക്കാനൊന്നും പറ്റില്ല. പക്ഷെ അതിന് മനസ്സ് അതിൽ വീണു പോകരുത്. അങ്ങനെ നിൽക്കുന്നവന് എന്ത് പറ്റും? അമൃതത്വത്തെ പ്രാപിക്കും.
ഇനി 21. അപ്പൊ അർജുനൻ ചോദിക്കുകയാണ്, ഇങ്ങനെ അവയെ അതിവർത്തിക്കാൻ ആർക്കു പറ്റും? അതിനെ മറികടക്കാൻ, ഈ 3 ഗുണങ്ങളെയും മറികടക്കാൻ ആർക്കു പറ്റും? ആ മറികടന്നവൻ്റെ ലക്ഷണം എന്താണെന്ന് അർജുനൻ ചോദിക്കുകയാണ്. അപ്പോൾ 22 മുതൽ കൃഷ്ണൻ പറയുകയാണ്, ആരാണോ സത്വഗുണകാര്യമായ പ്രകാശത്തോടും, അപ്പം സത്വഗുണം എന്ന് പറയുന്നത് ജ്ഞാനം പ്രകാശം ചെയ്യുന്നതാണ്, അതോടും രജോ ഗുണകമായ പ്രവൃത്തിയും, രജോ ഗുണമാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത് കർമ്മം ചെയ്യുവാനും, തമോ ഗുണമാണ് നമ്മളിൽ മോഹങ്ങൾ ഉണ്ടാക്കുന്നത്, മോഹങ്ങളെ ഉണ്ടാക്കും, പല ആഗ്രഹങ്ങൾ ഉണ്ടാക്കും, ഒന്നും ചെയ്യില്ല, ചെയ്യാൻ പറ്റൂല, നമുക്കത് കിട്ടണം, ഇത് കിട്ടണം, ഇത് ചുമ്മായിരുന്നു. ഇതും അവ പ്രവർത്തിക്കുമ്പോൾ, അപ്പം ഇത് 3ഉം തമ്മിൽ പ്രവർത്തിക്കുന്നുണ്ട് പല സമയത്തായിട്ട്. ദ്വേഷിക്കാതെയും അതിലൊന്നും നമ്മൾ മനസ്സ് ക്ഷോഭിക്കരുത്. ഇതിലെല്ലാം പെട്ടിട്ട് മനസ്സിന് അത്യാഗ്രഹം ഉണ്ടാവുക, എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടായി അതിൻ്റെ പിന്നാലെ മനസ്സോടരുത്. ഇതെല്ലാം ചെയ്യാൻ നമ്മൾ അതിനനുസരിച്ച് ചെയ്തു പോകേണ്ടി വരും നമ്മൾ. പക്ഷെ എന്നാലും അതിൽ വീണു പോകരുത്. മനസ്സ് എപ്പോഴും ഇതെല്ലാം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് എന്നുള്ള ദ്വേഷിക്കാതെയും, അതേസമയം ഇതൊന്നും ഇല്ലെങ്കിൽ അതിനെ കാക്ഷിക്കാനും ചെയ്യരുത്. ഓ, എനിക്കെന്തെങ്കിലും ജോലി ചെയ്യണമല്ലോ, അല്ലേ, എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണം, എനിക്ക് കുറച്ച് ഒന്നുമില്ലാതെ ഒന്ന് ഒഴിഞ്ഞു മാറി നിന്നാൽ മതി. ഈ ചിന്തകൾ ഉണ്ടാകാൻ പാടില്ല. ഈ ചിന്തകൾ ഉണ്ടാകുമ്പോൾ, ഇങ്ങനെ ഇതിൻ്റെ അനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ, ഇതെല്ലാം അത് ജയിക്കുന്നതാണ് എന്ന ധാരണയും മനസ്സതിൽ വീണു പോകരുത്, അതിൻ്റെ കളിയിൽ മനസ്സ് വീണു പോകരുത്. ഇനി അതില്ലാതപ്പോൾ, ഒന്നുമില്ലാതപ്പോൾ, അയ്യോ എനിക്ക് പ്രവൃത്തി ഒന്നും ചെയ്യാതിരിക്കുന്നത് ശരിയല്ലല്ലോ, ഇങ്ങനെയുള്ള തോന്നലുകളും വന്നു പോകരുത്. ഇതിനെ കാക്ഷിക്കാതെയും ഇരിക്കുന്നു അങ്ങനെയുള്ള ആൾക്ക്. അല്ലെങ്കിൽ ഉദാസീനനായി ഗുണങ്ങളാൽ ചലിക്കപ്പെടാതെ, ഉദാസീനനായി എല്ലാ കാര്യത്തിലും ഈ ഗുണങ്ങളിൽ ചലിക്കപ്പെടാതെ, ഗുണങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഇളകാതെയും ഇരിക്കണം. അപ്പം ഇങ്ങനെ നമ്മൾ പല പ്രേരണകളും, നമ്മളിൽ ഓരോ പ്രേരണകൾ പഞ്ചേന്ദ്രിയങ്ങളിലോട്ട് ഓരോന്ന് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ പ്രേരണ ഉണ്ടാകും. ആ പ്രേരണ ഉണ്ടാകുമ്പോൾ നമ്മളതിനെ പിടിച്ചു വെക്കുക, അതിലൊന്നും ഇളകാതെ ഇരിക്കുക മനസ്സിന്. ഇങ്ങനെയും പോകാം, സ്വയം നിയന്ത്രണവും ആകാം. അല്ലെങ്കിൽ സുഖദുഃഖങ്ങളെല്ലാം എല്ലാം കർമ്മയെല്ലാം ചെയ്യും, പക്ഷെ സുഖമുണ്ടായാലും ദുഃഖമുണ്ടായാലും ഒരേപോലെ. സ്വർണം കൈമ കിട്ടിയാലും മണ്ണ് കൈമ കിട്ടിയാലും ഒരേപോലെ. അതായത് ഗുണം കിട്ടിയാലും ഗുണം കിട്ടിയിട്ടില്ലെങ്കിലും എന്തെങ്കിലും ഒരു കർമ്മം കണ്ട് എല്ലാം ഫെയിലറാണ്, ഒന്നും നടന്നില്ല, ഒരു കുഴപ്പമില്ല. ഇങ്ങനെയുള്ള മനസ്ഥിതി. പ്രിയം അപ്രിയം, പ്രിയം ഉണ്ടായാലും കണക്ക് തന്നെ, അപ്രിയമായാലും ആർക്കും എന്നെ ഇഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ആരെങ്കിലും എന്നെ സ്തുതിച്ചാലും ഒരുപോലെ തന്നെ, നിന്ദിച്ചാലും ഒരു കൂട്ടുമില്ലാതെ എന്ന പോലെ നിൽക്കുക. ഇങ്ങനെ 3 അവസ്ഥയിലും നിൽക്കാം. അല്ലെങ്കിൽ ആരാണോ മാനോ അപമാനോ ഒന്നും കാര്യമായി എടുക്കുന്നില്ല, ശത്രുവിനെയും മിത്രത്തിനെയും കാണുന്ന എല്ലാം ബ്രഹ്മമായിട്ട് കാണുന്നു, ശത്രുവില്ല മിത്രവുമില്ല, തുല്യമായി കണക്കാക്കുകയും എല്ലാ പ്രവൃത്തിയെയും ഉപേക്ഷിക്കുന്നു, എന്നിട്ട് എല്ലാം ഉപേക്ഷിച്ചിട്ട് സന്യാസത്തിലേക്ക് വന്നു. ഈ 3 ഗുണങ്ങളിലും, ഈ പറഞ്ഞ ഗുണങ്ങളിലെല്ലാം ഇങ്ങനെ പറഞ്ഞ രീതിയിലെല്ലാം ആരാണോ നിൽക്കുന്നത് അവരാണ് അതിനെ അതിവർത്തിച്ചവർ. അപ്പം അതിവർത്തിച്ചവരെ ഈ 3 ഗുണങ്ങളിൽ എന്നിലൂടെ പ്രവർത്തിക്കുമ്പോഴും ഞാൻ സംയമനം പാലിച്ചുകൊണ്ട് എൻ്റെ കർമ്മം ജോലി ഞാൻ ചെയ്തു കൊടുക്കുന്നു, അതിൽ കൂടുതലൊന്നും താല്പര്യമില്ല എന്ന നിലയിൽ നിൽക്കുക. പ്രത്യേകിച്ച് എൻ്റെ എന്ന നിലയിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടാക്കാതെ ഇരിക്കുക. അല്ലെങ്കിൽ എല്ലാത്തിലും ഉദാസീനമായി ഒന്നിലും തലയിടാതെ ഇതിൽ നിന്നും മുക്തമായിട്ട് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് വിടാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ കർമ്മമെല്ലാം ചെയ്യുക, അതിനുവേണ്ടി ചെയ്തു കൊടുക്കുക, സുഖവും ദുഃഖമൊന്നും ചിന്തിക്കാതെ. സ്വർണ്ണക്കട്ടയായാലും എന്ത് ഫലം കിട്ടിയാലും അതിൽ സംതൃപ്തനായി കൊണ്ടുപോകുക.
അല്ലെങ്കിൽ സന്യാസി എന്ന പോലെ എല്ലാം ബ്രഹ്മമായി കണ്ടുകൊണ്ടങ്ങ് പോവുക. ഇങ്ങനെയെല്ലാമുള്ള ലക്ഷണത്തോടു കൂടി ആര് വർത്തിക്കുന്നുവോ അവനാണ് അതാണ് അതിവർത്തിച്ചവന്റെ ലക്ഷണം. ഈ 3 ഗുണങ്ങളെയും മറികടന്നവന്റെ ലക്ഷണം. ഇനി 26 എന്ന് പറയുന്നു, അചഞ്ചലമായ ഭക്തിയോടെ എന്നെ ഭജിക്കുന്നവൻ ത്രിഗുണങ്ങളെ മറികടന്ന് ബ്രഹ്മസാക്ഷാത്കാരം നേടും. ചുരുക്കി പറയുകയാണ്, അചഞ്ചലമായ ഭക്തി, എല്ലാം ബ്രഹ്മത്തിനാണ്, എനിക്കാണ്, ആ കക്ഷിയാണ് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്, അതിനുവേണ്ടി ഞാൻ ചെയ്തു കൊടുക്കുന്നു എന്ന നിലയിൽ ആരതിനെ ഉപാസിക്കുന്നുവോ അവന് ബ്രഹ്മസാക്ഷാത്കാരം നേടും. ഇത്രയും മനസ്സിലാക്കണ്ടോ, എല്ലാം അതിനു വേണ്ടിയിട്ടാണ് എന്ന് വെച്ചിട്ട് ചെയ്യുക. അതാണ് ഏറ്റവും എളുപ്പ പരിപാടി. അതിന് ചെയ്തു കൊടുക്കുന്നവർ നാടകത്തിൽ ചെയ്യുന്നവരെയൊക്കെ അഭിനയിച്ചു കൊടുക്കുക. അതാണ് ഏറ്റവും നമുക്ക് പ്രാക്ടിക്കബിൾ ആയിട്ടുള്ളത്. മറ്റേതെല്ലാം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇപ്പം അവസാനം പറഞ്ഞു കൊടുക്കുന്നു, അചഞ്ചലമായ ഭക്തിയോടെ എന്നെ ഭജിക്കുന്നവർ. അതായത് എല്ലാം ആ ശക്തിയാണ് ചെയ്യിപ്പിക്കുന്നത്, എനിക്കതിലൊരു റോളുമില്ല. എനിക്ക് റോളുണ്ടായി ചെയ്തു കൊടുക്കുക, അതിൽ കൂടുതൽ എനിക്കതിൻ്റെ ഉത്തരവാദിത്വമൊന്നുമില്ല. പക്ഷെ ചെയ്യുന്നത് അത് ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കുക. ആ മനസ്സോടുകൂടി പോകുന്നതാണ് ഏറ്റവും എളുപ്പം. ഞാൻ അനശ്വരനും അവ്യക്തവുമായ ബ്രഹ്മത്തിൻ്റെ ശാശ്വതമായ ധർമ്മത്തിൻ്റെയും പരമമായ സുഖത്തിൻ്റെയും പ്രതിഷ്ഠയാണ്. അപ്പോൾ ഈ ബ്രഹ്മം എന്ന് പറയുന്നത് അനശ്വരമാണ്, അവ്യയമാണ്, ശാശ്വതമാണ്. ശാശ്വതമായ ധർമ്മത്തിൻ്റെയും പരമമായ സുഖത്തിൻ്റെയും ഇരിപ്പിടമാണ് ബ്രഹ്മം. അപ്പം പരമമായ സുഖം കിട്ടുന്നത് ബ്രഹ്മത്തിലാണ്. അപ്പം നമ്മളെ മനസ്സ് ബ്രഹ്മത്തിനായി കർമ്മം ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല, പരമമായ സുഖം ലഭിക്കും. അതാണ് ശരിയായ ധർമ്മം. നമ്മളെ ജനിപ്പിച്ചതിന് വേണ്ടിയാണ്. ആ ബ്രഹ്മം ഒരു നല്ല ലോകം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതിന് നമ്മൾ കയറിയിട്ട് ഒരു കഥാകൃത്ത് ഒരു നാടകം ഉണ്ടാക്കാൻ നോക്കുന്നു, നമ്മളതിൽ അഭിനയിച്ചു കൊടുക്കും. അതുപോലെ ബ്രഹ്മം ഒരു ലോകം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, നമ്മളെ കർമ്മം ചെയ്തു കൊടുക്കുക. അതാണ് ശാശ്വതമായ ധർമ്മം, അതാണ് പരമമായ സുഖം. അപ്പം നമുക്കതില്ല സുഖദുഃഖങ്ങളെ പറ്റിയൊന്നും ചിന്തയില്ല. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന ആ ഒരു മനസ്ഥിതിയിൽ വളർത്തിയെടുക്കണം. അത് കാരണം അത് അനശ്വരമാണ്, അത് അവ്യയവും ആണ്. ഏത്? ആ ബ്രഹ്മം.